ഹലോ. അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മുടെ മൊയ്ന കൾച്ചറിൻ്റെ വാട്ടർ ചേഞ്ചാണ്. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ അന്ന് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ഫ്രിഡ്ജ് ബോക്സിലെ മൊയ്ന കൾച്ചർ ഒന്ന് നോക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എല്ലായിടത്തും മൊയ്നാസ് സ്പ്രെഡായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡെയിലി ഇതിൽ നിന്ന് കളക്ട് ചെയ്യാറുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ മൊയ്ന ഫിഷസിന് ഫീഡ് ചെയ്യാൻ കിട്ടാറുണ്ട്. മാത്രമല്ല കൂത്താടീസും അതിൻ്റെ ഒപ്പം തന്നെ കിട്ടാറുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഒന്ന് കളക്ട് ചെയ്ത് കാണിച്ചു തരാം. ഒരു സ്കൂപ്പിൽ തന്നെ എത്രത്തോളം മൊയ്നാസ് നമുക്ക് കിട്ടുന്നുണ്ടെന്ന്. ഈ ഒരു അളവിൽ തന്നെ ഒറ്റ കോരലിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് മൊയ്നാസ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മൊയ്നാസ് കൾച്ചറായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടാങ്കിൽ വാട്ടറാണ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ ഏകദേശം ഒരു 1 month ആയിട്ടുണ്ട് ഈ ഒരു ടാങ്കിൽ വെള്ളം മാറ്റിയിട്ട്. അപ്പോൾ ഇത് മാറ്റാൻ കാരണം മൊയ്നാസിൻ്റെ അളവ് കുറച്ച് കുറഞ്ഞു വരുന്നുണ്ട് കൾച്ചറിൻ്റെ. അപ്പോൾ ഈ വെള്ളം ഒന്ന് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ മൊയ്നാസ് ഇതിൽ നിന്ന് തന്നെ നമ്മൾ സ്റ്റാർട്ടർ കൾച്ചർ കളക്ട് ചെയ്യുകയാണ്. ഈ ഒരു ലെവലിൽ പായലൊക്കെ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വെള്ളം മൊത്തത്തിൽ മാറ്റിയിട്ട് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ മൊത്തത്തിൽ മാറ്റിയിട്ട് വീണ്ടും പുതിയൊരു കൾച്ചർ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു 80% വെള്ളം മാറ്റിയിട്ട് ബാക്കിയുള്ള 20% വെള്ളത്തിൽ തന്നെ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്തിട്ട് മൊയ്നാസിനെ സ്റ്റാർട്ടർ കൾച്ചർ ചെയ്യാവുന്നതാണ്. നമ്മൾ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ കളക്ട് ചെയ്ത മൊയ്നാസിനെ ഇട്ട് കൊടുക്കുകയാണ്. എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും. ഈസ്റ്റിൻ്റെ അളവൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ നോക്കാവുന്നതാണ്. പിന്നെ ഉണങ്ങിയ വാഴയില ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇൻഫെസോറിയൊക്കെ നല്ലോണം കൾച്ചറാവാൻ വേണ്ടി ഉണങ്ങിയ വാഴയില നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ആഡ് ചെയ്യാനായിട്ട്. മാത്രമല്ല നമ്മുടെ ഈ വാഴയിലയുടെ തണ്ട് നല്ല രീതിയിൽ തന്നെ ഉണങ്ങിയത് വേണം ആഡ് ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ വെള്ളം മോശമാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ സ്നെയിലിനെ ആഡ് ചെയ്യണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി പഴയ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഈസ്റ്റിൻ്റെ അളവ് കൂടിക്കഴിയുമ്പോൾ ആ ഒരു പാട മാറാൻ വേണ്ടി ആഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ മൊയ്നാസ് നമുക്ക് അവൈലബിൾ ആണ് സെയിലിന്. ആവശ്യക്കാരുണ്ടെങ്കിൽ അറിയിക്കുക.